ോടും നന്ദിയെന്നും മോനി ഭോസ്ലെ മനോരമ ന്യൂസിനോട് പറഞ്ഞു. फर्स्ट टाइम कैसे केरल से फर्स्ट से आएंगे केरल से फर्स्ट में आएंगे ओके ओके केरल से आर्मी में क्या बोलिए वानु നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടിയായ മോണാലിസ നമ്മുടെ കേരളത്തിലെത്തിയിരിക്കുകയാണ്. ബോച്ചയുടെ കോഴിക്കോടുള്ള ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ 10 മണിക്കാണ് മോണാലിസ നാട്ടിലെത്തിയിരിക്കുന്നത്. മോണാലിസ വളരെയധികം സന്തോഷമുണ്ടെന്നാണ് മോണാലിസ പറയുന്നത്. മോണാലിസയോട് ചോദിച്ചപ്പോൾ കേരളത്തിൽ വന്നതിൽ വളരെയധികം സന്തോഷം എന്നാണ് ആ കുട്ടി പറയുന്നത്. വളരെ നിഷ്കളങ്കമായ മുഖമാണ്. നമ്മളൊക്കെ കുംഭമേളയിൽ കണ്ട അതുപോലെ തന്നെ ആ വീഡിയോസിൽ കണ്ടിരിക്കുന്ന അതേ നിഷ്കളങ്കമായ ഒരു പെൺകുട്ടി. നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ തനി നാച്ചുറൽ ബ്യൂട്ടിയാണ്. അത്ര അട്രാക്റ്റീവായിട്ടുള്ളൊരു സൗന്ദര്യം എന്ന് പറയാം. നിഷ്കളങ്കമായ 16 വയസ്സുകാരിയുടെ മുഖഭാവം. അങ്ങനെ ബോച്ച നമ്മളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നേക്കുവാണ്. അദ്ദേഹത്തിന് വളരെയധികം അഭിനന്ദനങ്ങൾ ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നേക്കുന്നതിന്. ഒരുപാട് കടുത്ത പ്രതിഫലങ്ങളൊക്കെ കൊടുത്ത് ഏച്ചുകെട്ടിയ സൗന്ദര്യവുമായിട്ട് വരുന്ന സിനിമാ നടികൾക്ക് പകരം ഇതുപോലെയുള്ള ഒരു നാടൻ പെൺകുട്ടിയെ, നിഷ്കളങ്കമായ മുഖമൊക്കെ ആയിട്ടുള്ള ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നതിൽ വളരെയധികം സന്തോഷമാണ് കേരളത്തിലെ ജനങ്ങൾക്ക്. കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷത്തോടെയാണ് കോഴിക്കോടുകാർ ഇപ്പോൾ അത് ഓർക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആ പെൺകുട്ടി ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ കൂട്ടത്തിലുണ്ടായിരിക്കുന്ന ആളുമായിട്ട് വീഡിയോ എടുത്തേക്കുന്നതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. जी देखिए, पहली बार मेरे साथ हवाई यात्रा कर रहे हैं इंदौर से केरला के लिए एक इवेंट में जा रहे हैं हम लोग. और क्या बताया था आपको हवाई जहाज में बैठने के लिए पहले? ऐसे बोल रहे थे कि हमारी समाज में कि अब बैठोगे तो खून चेक करेंगे. खून चेक करेंगे? हाँ. क्यों? तो मैं बहुत ज्यादा डर गई थी. तो अभी भी डर लग रहा है क्या? अभी तो नहीं लगा. अब नहीं डरते? लेकिन चलेगा तो शायद डर लगेगा मुझे बहुत. क्या कहना चाह रहे हो जो ऑडियंस आपको देख रहा है? उनको मेरी तरफ से बहुत बहुत धन्यवाद. किस लिए धन्यवाद? किस लिए धन्यवाद? मुझे जो पसंद. അവൾ വളരെ കഷ്ടപ്പാടിൽ നിന്ന് വളർന്നു വന്ന പെൺകുട്ടിയാണ്. കുംഭമേളയിലെ മാല വിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവളുടെ പേരൻസ്, ആങ്ങളെ എല്ലാവരും കൂടിയാണ് മാല വിൽക്കാൻ വന്നത്. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഈ പെൺകുട്ടിയെ കാണുകയും അത് ഫോട്ടോ എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയൊക്കെ ചെയ്ത് വൈറലായ ഒരു പെൺകുട്ടിയാണ്. അവളുടെ ശാലീന സൗന്ദര്യം, വശ്യമായ കണ്ണുകൾ, പൂച്ചക്കണ്ണുകൾ, അതുപോലെ തന്നെയുള്ള ചിരിയ്, ഇതൊക്കെ എല്ലാവരിലേക്കും ആകർഷിച്ചു. അങ്ങനെ അവൾ വളരെ വൈറലായി. അതുപോലെ തന്നെ ഹിന്ദി സിനിമയിൽ സനോജ് മിശ്ര നിർമ്മിക്കുന്ന ഹിന്ദി സിനിമയിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം കേരളത്തിലേക്ക് ഈ പെൺകുട്ടിയെ ബോച്ചെ കൊണ്ടുവന്നത്. ബോച്ചയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഹണി റോസിനെ പോലെയൊക്കെയുള്ള നടികളെ കൊണ്ടുവന്ന് പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പോഴാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നത്. എന്തായാലും ഇതൊരു നല്ലൊരു തിരിച്ചടിയെന്ന് പറയാം. അതുപോലെ തന്നെ ആ കുട്ടിക്ക് ഒരു നല്ല പ്രതിഫലം കിട്ടുകയും ചെയ്യും. ഒരുപാട് കനത്ത തുക കൊണ്ടുവന്ന് ഫിലിം സ്റ്റാറിനെ കൊണ്ടുവന്നതിലും ഭേദമാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന്. ആ കുട്ടിയുടെ കാര്യങ്ങൾ കുറേയൊക്കെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. ഇനി ഇതുപോലെയുള്ള ഉദ്ഘാടന ചടങ്ങുകൾ കിട്ടുകയും ചെയ്യും. അപ്പം അത് നല്ലൊരു തുടക്കമാണ് ബോച്ചെ ചെയ്തിരിക്കുന്നത്. അത് വളരെ അഭിനന്ദിക്കേണ്ടത് തന്നെയായ കാര്യമാണ്. അപ്പോൾ ഈ പെൺകുട്ടി ഇരുന്ന് ഫ്ലൈറ്റിലിരുന്ന് പറയുകയാണ് വളരെയധികം നന്ദിയുണ്ട് എന്നൊക്കെ. അന്നേരം കൂട്ടത്തിലിരിക്കുന്ന ആൾ ചോദിക്കുന്നു, നീ എന്തിനാണ് നന്ദി പറയുന്നതെന്നൊക്കെ. അത്രയും സന്തോഷമാണ് കുട്ടിക്ക്. നന്ദി പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിനും ഫ്ലൈറ്റിൽ കയറാൻ പറ്റി. 16 വയസ്സേ ഉള്ളൂ. അതെല്ലാം കാണുമ്പോഴത്തേക്കിനും പുള്ളി ഒരു കരുത്തി അത്രയും വലിയൊരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. മൊണാലിസ എയർപോർട്ടിൽ വന്നപ്പോൾ അവളുടെ നാട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പെൺകുട്ടീനെ എയർപോർട്ടിൽ യാത്രയാക്കുന്നത്. അപ്പം നാട്ടുകാർക്കൊക്കെ വളരെ അഭിമാനമായ നിമിഷമാണത്. സാധാരണയായിട്ട് ജീവിച്ചിരുന്ന ഈ പെൺകുട്ടിയാണ് ഇപ്പം ഒരു നിമിഷ നേരം കൊണ്ടാണ് അവളുടെ ജീവിതം മാറി മറിഞ്ഞേക്കുന്നത്. അത്
ഏറ്റവും താഴ്ചയിൽ നിന്ന് ഇപ്പോൾ ഉയർച്ചയിലേക്ക് ഉയർന്നു വരികയാണ്. അപ്പോൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം വളരെയധികം സന്തോഷമാണ്. അതുപോലെ തന്നെ ആ സഹോദരനും അച്ഛനും ഒക്കെ കൂടെ വന്നിട്ടുണ്ട് കേരളത്തിലേക്ക്. അത് നല്ലൊരു കാര്യമാണ്. പേരൻസിൻ്റെ കെയറിങ്ങിൽ തന്നെയാണ് പെൺകുട്ടി വന്നിരിക്കുന്നത്. ഇപ്പം എയർപോർട്ടിൽ വന്നപ്പം ബോച്ചെ വീഡിയോ കോൾ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പോസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. कैसे हो? पूरा दुनिया इंतजार कर रही है आपके लिए. मैं अरे मलयालम बोलता है क्या? अरे वाह, आपको मूवी में हीरोइन बन जाएगा. सब ठीक है ना? अभी एयरपोर्ट जा रहे हैं. വളരെ ഇത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്ന നിമിഷമാണല്ലേ. പെൺകുട്ടിയുടെ ബോച്ചെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടി മലയാളത്തിലെ സുഖമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ സന്തോഷമാണ് പെൺകുട്ടിയുടെ മുഖം കാണുമ്പോൾ തന്നെ എന്തു സൗന്ദര്യമാണല്ലേ. നാച്ചുറൽ ബ്യൂട്ടിയെ കാണാൻ വളരെയധികം ഒരു ആകർഷകം തോന്നുവാണ്. എന്തായാലും ആ കുട്ടി ഉയരങ്ങളിലെത്തട്ടെ. ഇതുപോലുള്ള ഇനി അവസരങ്ങൾ ഒരുപാട് കിട്ടട്ടെ. ബോച്ചെ എന്തായാലും മനസ്സറിഞ്ഞ് നല്ലൊരു പ്രതിഫലം തന്നെ കുട്ടിക്ക് കൊടുക്കും. അവളുടെ മനസ്സ് നിറഞ്ഞ ഉള്ള സന്തോഷത്തിൽ തന്നെയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കും വളരെയധികം ഒരു ഫിലിം സ്റ്റാറിനെ കൊണ്ടുവരുന്നതിലും വളരെയധികം സന്തോഷം തോന്നുവാണ്. ഇനിയും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് ബോച്ചെ ചെയ്യേണ്ടത്. അദ്ദേഹം ഡബിൾ മീനിങ് ഒക്കെ പറയാറുണ്ട്. അത് നമുക്ക് ആ ഒരു ഇത് നമുക്കത്ര അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പൊതുവേദിയിൽ വരുമ്പോൾ ആളുകളെ അപമാനിക്കുന്ന രീതിയിൽ ഡബിൾ മീനിങ് സ്ത്രീകളോട് പറയുന്നതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യം അദ്ദേഹത്തിനെ വളരെയധികം നമ്മൾ പ്രശംസിക്കുക തന്നെയാണ്. ഈ എന്താ പറയുന്നത്, അത്രയും താഴെത്തട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയെ നല്ല രീതിയിൽ ഒരു നിമിഷ നേരം കൊണ്ട് അവരുടെ ജീവിതം മാറിമറിഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ബിസിനസ്സുകാരന്, ബോച്ചയെ പോലെയുള്ള ബിസിനസ്സുകാരന് ആ പെൺകുട്ടിയെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും ഒരു നല്ലൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന്. എന്തായാലും ആ കുട്ടി നല്ല ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.